മുഖമ്മിനിക്ക് കൊച്ചിയിലെ സുഭാഷ് പാർക്ക്. ആധുനിക രീതിയിലുള്ള ടോയ്ലറ്റ് ബ്ലോക്ക്, ഇന്ററാക്റ്റീവ് പ്ലേ ഏരിയ, ഓപ്പൺ ജിം എന്നിവയാണ് കൊച്ചി കോർപ്പറേഷന് കീഴിലുള്ള സുഭാഷ് പാർക്കിൽ സജ്ജമാകുന്നത്. ഇതിനകം നിർമ്മാണം പൂർത്തിയാക്കിയ ആധുനിക ടോയ്ലറ്റ് കോംപ്ലക്സ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. കോവിഡിന് ശേഷം സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയിൽ വലിയ കുതിപ്പെന്ന് മന്ത്രി റിയാസ് പറഞ്ഞു. മിനി കഫറ്റേരിയ, ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റ് സംവിധാനം, ഫീഡിംഗ് റൂം, റീഡിംഗ് റൂം എന്നിവ ഉൾപ്പെടുത്തിയാണ് ടോയ്ലറ്റ് കോംപ്ലക്സ് സജ്ജമാക്കിയിരിക്കുന്നത്. ഇതിനു പുറമെ വിനോദസഞ്ചാര വകുപ്പിന്റെ സഹകരണത്തോടെ 2.5 കോടി രൂപ ചെലവഴിച്ച് കുട്ടികൾക്കായി ഇന്ററാക്റ്റീവ് പ്ലേ ഏരിയയും ഓപ്പൺ ജിംനേഷ്യവും പാർക്കിൽ ഒരുക്കുന്നുണ്ട്. ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനവും മറ്റുള്ളവയുടെ നിർമ്മാണോദ്ഘാടനവും മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. സംസ്ഥാനത്തെ ടൂറിസം മേഖല കോവിഡിന് ശേഷം സർവ്വകാല റെക്കോർഡിലേക്ക് എത്തുകയാണെന്നും വിദേശ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഉൾപ്പെടെ വലിയ വർധനവാണുണ്ടായതെന്നും മന്ത്രി റിയാസ് പറഞ്ഞു. വിദേശ സഞ്ചാരികളുടെ വരവ് ഈ 6 മാസക്കാലം 3,83,000 വർദ്ധിച്ചു. മുൻ വർഷത്തേക്കാളും 6.87%. വിദേശ സഞ്ചാരികളുടെ വരവ് ഇനിയും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ടൂറിസം വകുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനുള്ള സാധ്യതകൾ മനസ്സിലാക്കുകയും അതിനുള്ള വൈവിധ്യങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയുമാണ്. പാർക്കിലെ ആധുനിക ടോയ്ലറ്റിൽ പ്രതിദിനം ഉണ്ടാകുന്ന മലിനജലം ശുദ്ധീകരിച്ച് പുനരുപയോഗിക്കാൻ സാധിക്കുന്ന പ്രകൃതി അധിഷ്ഠിത മലിനജല സംസ്കരണ സംവിധാനവും തയ്യാറാക്കിയിട്ടുണ്ട്. BPCL കൊച്ചി റിഫൈനറിയുടെ സാമ്പത്തിക സഹായത്തോടെ 35 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. ചടങ്ങിൽ സുഭാഷ് പാർക്കിൽ ആരംഭിച്ച മിനി കഫറ്റേരിയയുടെ ഉദ്ഘാടനം മേയർ M. അനിൽകുമാർ നിർവഹിച്ചു. DJ വിനോദ് MLA, സബ് കളക്ടർ ഗ്രന്ഥേ സായി കൃഷ്ണ, ഡെപ്യൂട്ടി മേയർ KA അൻസിയ, മറ്റ് കൗൺസിലർമാർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കൊച്ചി.